എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ എപ്പോഴാണ്? ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാത്തവർക്ക് അപേക്ഷിക്കാൻ പറ്റുമോ? അപേക്ഷയിൽ തെറ്റ് വന്നു പോയത് മൂലം അലോട്ട്മെൻറ്റിൽ നിന്നും നിരാകരിക്കപ്പെട്ടവർ, അതായത് അലോട്ട്മെൻറ്റിൽ നിന്നും പുറത്തായി പോയ വിദ്യാർത്ഥികൾക്ക് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട, ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് വന്നിരുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ, അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ +1 അലോട്ട്മെൻറ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നമ്മൾ HSCAP കോൺടാക്ട് ചെയ്തപ്പോൾ ജൂലൈ 2 എന്നൊരു ഡേറ്റ് അവർ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ജൂലൈ 2 അപ്പോൾ എന്താണ് തേർഡ് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ എന്ത് ചെയ്യും? 21-ാം തീയതി അവസാനിക്കും. അപ്പോൾ 10 ദിവസത്തെ ഒരു ഡിലേ വന്നതിന് ശേഷമാണ് ജൂലൈ 2 അപേക്ഷ ആരംഭിക്കുക എന്ന് HSCAP ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോൾ പേഴ്സണലായിട്ട് അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവരെന്നെ അറിയിച്ചതാണത്. അപ്പോൾ അങ്ങനെ 10 ദിവസത്തെ ഡിലേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരികയാണെങ്കിൽ ചിലപ്പോൾ അതിനിടയ്ക്ക് ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വിളിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഡയറക്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാത്തവർക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാത്ത ഒരു വിദ്യാർത്ഥിയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞ വർഷം ചിലപ്പോൾ വേറെ എന്തെങ്കിലും കോഴ്സിന് പോയത്, ചിലപ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് അപേക്ഷിച്ചു നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളായിരിക്കാം. ചിലപ്പോൾ ഈ വർഷം നിങ്ങൾ ഇതുവരെ അപേക്ഷിക്കാൻ പറ്റാതെ പോയി, ഇപ്പോൾ നിങ്ങൾ ആദ്യമായി അപേക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയിരിക്കാം. ഇനി അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പുതുതായി അപേക്ഷ നൽകാൻ സാധിക്കും. അപേക്ഷയിൽ തെറ്റ് വന്നു പോയവർക്ക് അപേക്ഷിക്കാൻ പറ്റുമോ? നിങ്ങളുടെ അപേക്ഷയിൽ, അതായത് നിങ്ങൾ മുക്കിക്കെട്ട അലോട്ട്മെൻറ്റിന് മുമ്പ് നിങ്ങളുടെ അപേക്ഷ നിങ്ങൾ എഡിറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ടാവും. അതായത് നിങ്ങൾ അപേക്ഷ നൽകിയപ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നത് കാരണം നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്നും പുറത്തായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അത് എഡിറ്റ് ചെയ്ത് എന്ത് തെറ്റ് മൂലമാണോ നിങ്ങൾ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്താക്കിയത്, ആ തെറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ആ തെറ്റ് കറക്ഷൻ ചെയ്ത് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പുതിയ അതായത് നിങ്ങൾക്ക് പുതുക്കി നൽകാമെന്നാണ് അപേക്ഷ. അപേക്ഷിക്കാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥികൾക്കും പുതിയ അപേക്ഷ സമർപ്പിക്കാമെന്നാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് സ്കറിയ, the founder of Scaria Photech, the career guide, and thanks for watching. Bye.